ആദ്യം ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അവിടെ ജനരോഷം ഇരമ്പുകയാണ്. ആലപ്പുഴ ചേർത്തലയിൽ വെള്ളത്തിൽ കിടന്ന് നാട്ടുകാരുടെ പ്രതിഷേധം. നിരവധി വീടുകളിൽ വെള്ളം കയറിയതോടെയാണ് പ്രതിഷേധം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണ് വീടുകൾ വെള്ളത്തിലാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങളുടെ ഈ 3-4 വാർഡിൽ നല്ല വെള്ളക്കെട്ടാണ്. പേരുടെ അകം വരെ വെള്ളക്കെട്ടാണ്, കിടക്കാൻ പറ്റുന്നില്ല. പിള്ളേരും കുഞ്ഞുകുട്ടി പരാതികൾ എല്ലാം വെള്ളത്തിലാണ്. ഇന്ന് രാത്രി മഴ പെയ്യണമെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ വാതിക്കെ വന്ന് കിടക്കും. ഉറപ്പാണ്. എല്ലാവരും വിളിച്ചുകൊണ്ട് കിടക്കും. അതാണ് ഞങ്ങളുടെ അവസ്ഥ. പ്രളയകാലത്ത് പോലും വെള്ളം നിൽക്കാത്തതിലാണ് ഇപ്പം മുട്ടൊപ്പം വെള്ളമായി. MLAക്ക് അറിയാവുന്ന വിഷയമാണ്. ഇവിടെ കഴിഞ്ഞ കൊല്ലം മന്ത്രിയായിട്ടിരുന്ന ഒരാളാണല്ലോ, പുള്ളിക്ക് ഇതൊക്കെ അറിയാവുന്നതാ. പണി തുടങ്ങിയപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് നീതി വേണം, ശാശ്വതമായ പരിഹാരം വേണം. ഞങ്ങൾ മനീഷ് മഹിവാൽ ചേരുന്നു. മനീഷ്, ഈ കാണുന്ന വെള്ളത്തിൽ ഇറങ്ങിക്കിടന്ന മനുഷ്യർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് അത്രയും ദുരവസ്ഥ കൊണ്ടാണ്. MLAയും MP യും ഒക്കെ വാക്കുകൊടുത്തിട്ടുണ്ട് പരിഹരിക്കാമെന്ന്, പക്ഷെ അത് ചെയ്തില്ല എന്നാണ് അവർ പറയുന്നത്. കക്കൂസ് മാലിന്യം പോലും വീട്ടിനകത്തേക്ക് ഒഴുകി വന്ന അവസ്ഥയാണ്. ആ ജനരോഷം ഇരമ്പാനുള്ള കാരണം അവരിപ്പോൾ എന്താണ് പറയുന്നത്? ഇത് വേനൽക്കാലത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പാണല്ലോ. ഈ മഴ, അതും ഇങ്ങനെ കാലവർഷം കനക്കുന്ന അവസ്ഥയിൽ പോലും വെള്ളം കയറുന്നു. അതിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവർ ഉന്നയിക്കുന്ന അപാകതകൾ അതിനി എന്ന് പരിഹരിക്കാനാണ്? റോഷ്നി, ഇത് 1-2 കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. 350 കുടുംബങ്ങൾ അവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. മുട്ടോളം വെള്ളത്തിൽ കഴിയുന്ന ദിവസങ്ങളായി, മഴ പെയ്ത ദിവസം മുതൽ മുട്ടോളം വെള്ളത്തിൽ കഴിയുന്നത് ആളുകളാണ്. അവർക്ക് ആ പരാതി നേരത്തെ തന്നെ ഈ ഒഴുകിപ്പോകാനുള്ള വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പ്രധാന പ്രശ്നം. കാലവർഷത്തിൽ നേരത്തെ പ്രളയത്തിൽ ഉണ്ടായ പ്രളയം വന്ന സമയത്ത് പോലും ഈ രീതിയിൽ വെള്ളം അവരുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴിതാ വെള്ളം ഒഴുകിപ്പോകാത്തതിന് കാരണം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന തോട്, ആ തോട്ടിലൂടെയുള്ള ഒഴുക്ക് നിലച്ചു. കാരണം ദേശീയപാത നിർമ്മാണത്തിൽ അവർ കെട്ടിയ ഓടയിലൂടെ മതിയാവണ്ണം വെള്ളം ഒഴുകി AS കനാൽ, ആലപ്പുഴ ചേർത്തല കനാലിലേക്ക് എത്തുന്നില്ല. ആ കനാലിലേക്ക് എത്തിയാൽ തീരാവുന്ന വിഷയമുള്ളൂ. പക്ഷേ മഴക്കാലത്ത് ആ മഴവെള്ളം സാധാരണഗതിയിൽ 1-2-3 ദിവസം കൊണ്ട് ഒഴുകി പോകേണ്ട വെള്ളം അത് 2-3-4 ആഴ്ചകൾ എടുക്കുന്നു. അത് കെട്ടിക്കിടക്കുന്നു, കൊതുകുകൾ വരുന്നു, അങ്ങനെ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നു. കുടുംബത്തിലെ ക്യാൻസർ രോഗികളടക്കമുള്ള രോഗികൾക്ക് ആശുപത്രിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. കുഞ്ഞു കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവരടക്കം വലിയ ദുരിതം നേരിടുന്നു. ഇപ്പോഴിതാ വെള്ളത്തിൽ പ്രതിഷേധിച്ച ഒരാൾ പ്രതികരണം നൽകണം. എന്ത് പറ്റി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മാത്രം? ഞാനിവിടെ ചേർത്തല നഗരസഭയിലെ 28-ാം വാർഡിലെ BJPയുടെ കൌൺസിലറാണ്. അപ്പൊ എന്റെ വാർഡ് ഉൾപ്പെടെ ഈ AS കനാലിന്റെ തീരത്തുള്ള 4-5 വാർഡുകളിലായിട്ട് 200ഓളം വീടുകൾ വെള്ളത്തിലാണ്. ഈ വെള്ളക്കെട്ടിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ അതോറിറ്റിയുടെ ഒരു അനാസ്ഥ മൂലമാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. 14 മീറ്ററോളം വീതിയുള്ളൊരു തോടിനെ വെറും 2 മീറ്റർ വ്യാപ്തിയുള്ള ഒരു കുടലിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഇതിന്റെ പ്രശ്നം. ഈ വെള്ളം ഒഴുകാതിരിക്കുന്ന പോലെ തന്നെ ഈ കുടലിലൂടെയാണ് ഇപ്പോൾ ഒഴുകാൻ ശ്രമിക്കുന്നത്. 14 മീറ്റർ ഉള്ളത് ഇപ്പൊ 2 മീറ്റർ ഉള്ളൂ. 2 മീറ്റർ അല്ല, 2 അടി മാത്രം വ്യാപ്തിയുള്ള കുടലിലൂടെയാണ് അശാസ്ത്രീയമായ രീതിയിലാണ് ഇത് ഒഴുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. 26 വർഷക്കാലത്തിനിടയ്ക്ക് ഇതുവരെയായിട്ട് ഇവിടെ ഒരു വെള്ളക്കെട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട്. അത് ഈ ഹൈവേ അതോറിറ്റിയുടെ ഒരു അനാസ്ഥ മൂലമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. സമയത്ത് ദേശീയപാത നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അറിയിച്ചിരുന്നതാണ്. നമ്മൾ മുനിസിപ്പാലിറ്റി അധികൃതരെയും അതോടൊപ്പം തന്നെ NHA അധികൃതരോട് നമ്മളിത് അറിയിച്ചതാണ്. ഇത് അശാസ്ത്രീയമായ രീതിയാണ്, നിങ്ങളിങ്ങനെ പണിത് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം വെള്ളത്തിലാവുമെന്ന് നമ്മൾ മുൻകൂട്ടി അവരെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അവര് വേണ്ട വിധത്തിലുള്ള പരിഹാരം മഴയുണ്ടാകുന്ന സമയത്ത് ചെയ്തു തരാം എന്ന് നമുക്ക് വാഗ്ദാനം നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തത്. ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഓടകളും തോടുകളും ഹൈവേ ക്രോസ് ചെയ്യുന്ന ഭാഗത്തെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് തരാമെന്ന് ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ യാതൊന്നും ഇവരുടെ ഭാഗത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു 2-3 കിലോമീറ്ററോളം ചുറ്റോളം എന്റെ വാർഡ് ഉൾപ്പെടെ, ഞാൻ കൌൺസിലറായിരിക്കുന്ന എന്റെ വാർഡ് ഉൾപ്പെടെ മുഴുവൻ വെള്ളത്തിലാണ് വീടുകളെല്ലാം. AS കനാലിന്റെ തീരത്തുള്ള വീടുകൾ.